ഹലോ ഗൈസ്, ടി വി എസിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള ടി വി എസ് ഐക്യൂബ് STയുടെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം 2.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ദിവസം നമ്മൾ ഓടിച്ച എക്സ്പീരിയൻസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതേ ഒരു റിവ്യൂ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുന്നത്, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ആദ്യമേ തന്നെ ഒരു ബിഗ് സ്ക്രീൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, അഥവാ സ്ക്രീൻ വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഡിമ്മും ബ്രൈറ്റും ഉണ്ട്, ഹോണ്, പിന്നെ ഇത് റിവേഴ്സ് ഗിയർ ആണ്. അത് ഒട്ടുമിക്ക ഇലക്ട്രിക് സ്കൂട്ടറുകളിലെല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മോഡുണ്ട്, ഒന്ന് പവർ മോഡും ഒന്ന് ഈക്കോ മോഡും ആണ്. അപ്പോൾ അതിൽ ഈക്കോ മോഡിൽ നമുക്ക് 175 അവർ പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 200 വരെ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിന്റെ സ്ക്രീനിൽ കാണിക്കും. നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു, അതുപോലെ അതിന്റെ ചാർജിങ് പെർസെൻറ്റേജ് എത്രയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ആ ഒരു സ്ക്രീനിൽ തന്നെ കാണിക്കും. പിന്നെ ഓവറോൾ ഇതാണ് കേട്ടോ വണ്ടിയുടെ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് വണ്ടികൾ നോക്കിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ടി വി എസ് ഐക്യൂബ് STയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ തന്നെ നമ്മൾ ഓല നോക്കിയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി ഒരു വണ്ടിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് നോക്കാതിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ സർവീസ് ഒന്നും അത്ര നല്ലതല്ല. സർവീസൊക്കെ ഒരുപാട് പാടാകും, എന്തെങ്കിലും പ്രശ്നമാകുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നീട് നമ്മൾ ഏതർ നോക്കിയിരുന്നു. അപ്പൊ ഏതർ തന്നെ ഏതർ റിസ്റ്റ അത് നോക്കിയിരുന്നു. ഈ സൈഡ് അതിന് കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ വലുതായിരുന്നു, ഫാമിലിക്കൊക്കെ പോകാനൊക്കെ പറ്റുന്നതായിരുന്നു. പക്ഷെ അതിന്റെ ആ ഒരു സൗണ്ട് അത്ര എനിക്ക് നമുക്ക് ആ ഒരു സോഫ്റ്റ് ഫീൽ ഇല്ലായിരുന്നു. ആ സൗണ്ട് ഭയങ്കര ഒരു ഇതായിട്ട്, അതുപോലെ തന്നെ ഭയങ്കര പെട്ടെന്നൊരു സ്പീഡ്, നമുക്ക് അത്ര ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ നമ്മൾ അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾ ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മൾ കുറേ നോക്കിയായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടില്ല. അതുപോലെ നമ്മൾ 2 പേരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാടായിരിക്കും, നമുക്ക് കയറ്റം കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ റേഞ്ച് ഭയങ്കര കുറവായിരിക്കും. എപ്പം നമുക്കൊരു 20-30 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് 2 പേരൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ റേഞ്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചും കൂടി നല്ല ഒരെണ്ണം എടുക്കാന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള യൂസ് ആണുള്ളത്. അപ്പോൾ ഡെയിലി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് അതും കൂടി മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അത് മാറ്റിയത്. കാരണം നമുക്കൊരു കുട്ടി യൂസ് ഒക്കെ ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ആവശ്യമാവുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കോളേജൊക്കെ പോകാൻ, അങ്ങനെ കുട്ടി യൂസുകൾക്ക് വീട്ടിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെറിയ യൂസിനൊക്കെയാണ് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ദൂരം പോകാനായിട്ട് ഇതൊരു 175 നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അവർ പറഞ്ഞ റേഞ്ച് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ചില സമയത്ത് അതിൽ കൂടുതൽ റേഞ്ച് കിട്ടുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ റേഞ്ചിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല, പക്കാണ്. പിന്നെ നമ്മൾ ചേതക്ക് നോക്കിയിരുന്നു. അപ്പൊ ചേതക്ക് നോക്കുന്ന സമയത്താണെങ്കിലും അപ്പൊ ഞങ്ങളിപ്പോ 2 പേരാണ് വണ്ടിയിൽ പോകുന്നത് എപ്പോഴും. അപ്പൊ നമ്മൾ 2 പേർക്കും കൂടി പോകുമ്പോൾ ഒരു കംഫർട്ട് ഇല്ല, അല്ലെ ഒരു സീറ്റിലാണെങ്കിലും നമുക്ക് ഒരു അതിന്റെ വീലാണെങ്കിലും ഒക്കെ നമുക്ക് അത്രയും ഒരു കംഫർട്ട് വന്നില്ല. അതിന്റെ പേരിലാണ് നമ്മൾ അതും വേണ്ടാന്ന് വെച്ചത്. പിന്നീടാണ് നമ്മൾ ഈ ഒരു ടി വി എസിലേക്ക് വന്നത്. അങ്ങനെ ടി വി എസിൽ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ലുക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നേ നമുക്ക് തോന്നില്ല. ഒരു നോർമൽ ഒരു പെട്രോൾ സ്കൂട്ടർ ആ ഒരു ലുക്കാണ്. ആ ഒരു ലുക്കിലാണ് കേട്ടോ ആദ്യം ഞാൻ വീണുപോയത്. കാരണം എനിക്ക് ആ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് അത് ഓടിച്ചു നോക്കിയപ്പോൾ, അതായത് നമുക്ക് ഇപ്പൊ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളും ഈ നേരത്തെ പറഞ്ഞ സ്കൂട്ടറുകളും മോശമാണെന്നല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്ടങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓടിച്ച് പല സ്കൂട്ടറുകളും നോക്കിയപ്പോഴും ഇത് ഓടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. ഹബ് മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു ഇതായിട്ട് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറൊന്നും അല്ല എങ്കിൽ പോലും എനിക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു, ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു, ഓടിച്ചപ്പോഴും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു 2 റീസണാണ് നമ്മൾ ഇതെന്നെ നോക്കാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് വന്നത്. നമ്മൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു കേട്ടോ ടോപ്പ് വേരിയന്റ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇതിന്റെ താഴെ ഇനി എസ് അങ്ങനെ പല പല വേരിയന്റുകളുണ്ട്. പിന്നെ ഇതിൽ തന്നെ പല പല കളേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ എടുത്ത ആ ഒരു കളർ, ആ ഒരു ബ്ലൂ, പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഈ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിന് മാത്രം നമുക്ക് എക്സ്ട്രാ ഒരു 3000 റുപ്പീസ് ആകും. നമ്മൾ ആഷ് കളറൊക്കെ ആണെങ്കിൽ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത്രയും പൈസ ആവില്ല, ഒരു 3000 റുപ്പീസ് കുറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി നമുക്ക് മഴ നനയിക്കാം. കാരണം നമ്മൾ ഈ ഒരു 2.5 മാസം ഏകദേശം 3 മാസം ആവുന്നു. നമ്മൾ ഏപ്രിൽ 8-നാണ് വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഒരു മഴക്കാലമായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഒട്ടുമിക്ക എല്ലാ മഴയും
ഈ ഒരു വണ്ടിയായിട്ട് പോയി നമ്മൾ നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴയത്ത് ഓടിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. മഴ നനയുന്നത് കൊണ്ടും ഒരു പ്രശ്നമില്ല. നമുക്ക് ആ ഒരു കാര്യത്തിലൊന്നും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നുള്ള ഒരു രീതിയിൽ മഴ എന്നൊരു സാധനത്തെക്കുറിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. കാരണം നമ്മൾ എല്ലാ മഴയിലും ഈ ഒരു ഫുള്ള് മഴ നമ്മൾ ഏകദേശം ഈ ഒരു വണ്ടി നമ്മൾ നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഒരു ഇഷ്യൂവേ അല്ല. പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് 32 ലിറ്ററിന്റെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഏകദേശം നമുക്ക് 2 ഹെൽമെറ്റ് തന്നെ അതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടെ 2 ഹെൽമെറ്റ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യുന്ന ഒരു സ്ലോട്ടും ഇതിനകത്ത് ആ ഒരു സ്റ്റോറേജ് സ്പേസിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് വെച്ച് നൈസായിട്ട് ഇനി പോരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ്. ഇവിടെ കുത്തിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി വരുന്നത് 5.3 കിലോ വാട്ടിന്റെ ആണ് കേട്ടോ ഇതിന്റെ ബാറ്ററി വരുന്നത്. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് തന്നെ അതേ ഒരു TVS ഇലക്ട്രിക് എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഫുൾ ടൈം ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ലൈറ്റുകളും എപ്പോഴും നമുക്ക് രാത്രി നല്ല പകലെന്നല്ല ഏത് സമയത്ത് നമ്മൾ ഓൺ ആക്കിയാലും അതിന്റെ ലൈറ്റ് എല്ലാ സമയത്തും കാണും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു വണ്ടി കയറ്റങ്ങൾ കയറുകയും ഇറക്കങ്ങൾ ഇറങ്ങുകയും ചെയ്യുന്നത്. അതും നമ്മൾ അതായത് 2 പേരുണ്ടെങ്കിലും അത്യാവശ്യം വെയിറ്റുള്ള 2 പേരായാൽ പോലും സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് എത്ര ഉയർന്ന കയറ്റങ്ങൾ വരെയും നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമ്മളൊരു സാധാരണ ഒരു പെട്രോൾ സ്കൂട്ടറിനെക്കാളും നല്ല പവറിലാണ് ഈ ഒരു വണ്ടി കയറ്റങ്ങളും ഇറക്കവും ഒക്കെ കയറുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതിന് വരുന്നത് 3 വർഷത്തെ വാറണ്ടിയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ഒരു 2 വർഷത്തെ വാറണ്ടിയും കൂടി നമ്മൾ എടുത്തിട്ട് നമ്മൾ 5 വർഷത്തെ വാറണ്ടിയാണ്. അതിന് നമ്മുടെ ഇതിന്റെ ചാർജിന്റെ കൂടെ ഒരു 10,000 രൂപയും കൂടിയാണ് എക്സ്ട്രാ ആവുന്നത്. ടോട്ടൽ നമുക്ക് ഈ ഒരു വണ്ടി 2,03,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ ചാർജ് വന്നത്. അതിൽ 3,000 രൂപ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ സ്ക്രീനിൽ തന്നെ ആ ഒരു സ്ക്രീൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്വന്തം ഫോട്ടോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോസോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫ്രണ്ട് സ്ക്രീനിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ മിറർ ആണെങ്കിലും പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ഒരു ഒരു ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ കേസിൽ ഏറ്റവും ഒരു മികച്ച ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ TVS iQube ST. പിന്നെ നമുക്ക് അതിന്റെ സർവീസുകളെല്ലാം തന്നെ നമുക്ക് അറിയാലോ, ഒരുപാട് TVSന്റെ ഷോറൂമുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ഒക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 4000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ആദ്യത്തെ സർവീസ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ സർവീസും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പറയും. എന്തായാലും നമ്മൾ ഇത്രയും നാൾ ഓടിച്ചത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല കോൺഫിഡൻസിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ടാറ്റാ.